ലീനയും എൽസമ്മയും കണ്ടുമുട്ടുന്ന ഒരു സുന്ദര കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്കിനി കാണാനായിട്ട് കഴിയുക. നാളത്തെ ചുരുക്കമെന്ന് പറയുന്നത് നമ്മുടെ അലീന സത്യാവസ്ഥ തിരിച്ചറിയുന്നതാണ്. പപ്പയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന പപ്പയുടെ ജോലിക്കാരെ അലീന തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തമാണ് കാണാനായിട്ട് സാധിക്കുക. അലീനയാണെങ്കിൽ അവരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പപ്പയുടെ, അതായത് നിങ്ങളുടെ കേണൽ സാബിൻ്റെ വിശ്വാസം തകർക്കുകയാണ് നിങ്ങൾ ചെയ്തത്. പപ്പയെ നിങ്ങൾ വെറും വിഡ്ഢിയാക്കുകയായിരുന്നില്ലേ? പപ്പ നിങ്ങളെ വിശ്വസിച്ചത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ബഹുമാനവും ഒക്കെ കണ്ടല്ലേ? എന്നിട്ട് നിങ്ങൾ ഒരുപാട് പൈസ തരുന്ന, ഒരുപാട് ശമ്പളത്തോടു കൂടിയ ജോലിയല്ലേ നിങ്ങൾക്ക്? എന്നിട്ട് നിങ്ങൾ എന്തിനാണ് പണത്തോട് ഇത്ര ആർത്തിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ ആൻ്റപ്പന് ഒന്നും പറയാൻ കഴിയുന്നില്ല. ഞാൻ ഈ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നതും കൂടാതെ തന്നെ പൈസ ബാലൻസ് മാസം മിച്ചം പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതും എനിക്ക് പണത്തോടുള്ള ആർത്തി കൊണ്ടല്ല, പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ്, അനാഥാലയത്തിലേക്ക് കൊടുക്കാനാണ്. അത് എൻ്റെ നല്ല മനസ്സ്. എനിക്ക് എൻ്റെ പപ്പയുടെ 1 രൂപ പോലും വേണ്ട എന്ന് പറയുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ എനിക്ക് ബാങ്ക് ബാലൻസൊക്കെ തന്നിട്ട് തന്നെയാണ് ഇവിടേക്ക് വിട്ടിരിക്കുന്നത് എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കെന്നെ അനുസരിക്കാൻ വലിയ മടിയാണല്ലേ എന്ന് കരുതി നിങ്ങളെന്നെ ഇനി അനുസരിക്കാതിരിക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറയുന്നു. പ്രത്യേകിച്ച് പൗലോസേട്ടൻ, എന്നെ അനുസരിക്കാതെ പൗലോസേട്ടന് ഇനി ഒരു വഴിയുമില്ല എന്ന് പറയുന്നു. പൗലോസേട്ടൻ ജോലി മതിയാക്കി പോയി കഴിഞ്ഞാൽ ഞാൻ പൗലോസേട്ടനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറയുന്നു. തൻ്റെ പപ്പയെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നതായിരിക്കും ഞാൻ കൊടുക്കുന്ന പരാതി എന്ന് അലീന പൗലോസിനെ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞ്. ഇതേ സമയം പൗലോസിനോട് പറയുന്നുണ്ട്, ഇനി ഞാൻ പറയുന്നതനുസരിച്ച്, എന്നെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ പൗലോസേട്ടൻ്റെ മുൻപിലുള്ളൂ എന്ന് പറയുന്നു. അല്ലാതെ വേറൊരു ഓപ്ഷനും പൗലോസേട്ടന് ലഭിക്കുകയില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തു പറയുന്നു പൗലോസേട്ടാ, എന്നെ അനുസരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ പൗലോസാണെങ്കിൽ കുഞ്ഞ് പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാമെന്നും കേസ് കൊടുക്കരുതെന്നും പറയുമ്പോൾ, അപ്പോൾ പൗലോസേട്ടന് പേടിയുണ്ടല്ലേ എന്ന് ചോദിക്കുന്നത് കാണാം. കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ പിടിക്കുക മാത്രമല്ല, കള്ളൻ എന്ന പേരും വരിക ചെയ്യുമെന്ന് അലീന പറയുന്നത് കാണാൻ കഴിയും. കള്ളൻ എന്ന പേര് വീണാൽ പിന്നെ പൗലോസേട്ടന് ഈ ജന്മത്ത് ഒരടുക്കളയിലും ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നതും കാണാൻ കഴിയും. പൗലോസേട്ടൻ എന്തിനാണ് ഇങ്ങനെ അടിച്ചു മാറ്റി ജീവിച്ചത്, എന്തിനാണ് കള്ളത്തരം കാണിച്ചത് എന്ന് അലീന ചോദിക്കുകയാണ് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ പൗലോസ് പറയുകയാണ്, അത് പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചെയ്തതാണെന്നും വീതം വയ്ക്കുന്നത് എല്ലാവരും കൂടിയാണെന്നും പൗലോസ് പറഞ്ഞു വയ്ക്കുമ്പോൾ, അതെനിക്ക് അല്ലെങ്കിലും മനസ്സിലായതാണ്. നിങ്ങൾ അങ്ങടും ഇങ്ങടും ഒന്നും ആരും പറയാത്തപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങളെല്ലാവരും ഒരു ടീമാണ് എന്നുള്ള കാര്യം. നിങ്ങളുടെ കള്ളത്തരമൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. മര്യാദയെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഇനി ഒരു ദയയും ഒരു കാരുണ്യവും എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കുണ്ടല്ലോ ഒടുക്കത്തെ അഹങ്കാരമായിരുന്നു. പപ്പ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നുള്ള അഹങ്കാരം നിങ്ങളായിട്ട് അതിപ്പോൾ തകർത്തില്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഒന്നോർത്താൽ സന്തോഷമുണ്ട്, ഒന്നോർത്താൽ എൻ്റെ പപ്പയെ ഓർത്താൽ എനിക്ക് സഹതാപവും തോന്നുകയാണെന്ന് പറയുന്നു. നിങ്ങളെ വിശ്വസിച്ചതാണ് എൻ്റെ പപ്പ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നു? അലീന പറയുകയാണ്. നിങ്ങളെ വിശ്വസിക്കാതിരുന്നെങ്കിൽ എൻ്റെ പപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നേനെ എന്ന് ഞാൻ പറഞ്ഞേനെ. നിങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ചതാണ്
പപ്പ ചെയ്ത ഏക തെറ്റെന്ന് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ സ്റ്റാൻലി ജോസഫ് എന്ന റിട്ടയേർഡ് കേണൽ സാബിനെ വെറും വിഡ്ഢിയാക്കി മാറ്റിയത്. വിശ്വസിക്കാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയുമായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ പൗലോസ് ഒന്നും മിണ്ടുന്നില്ല. ഇനി പപ്പയെ വിളിച്ച് പപ്പ ചോദ്യം ചെയ്യണമോ, കാര്യങ്ങളൊക്കെ തുറന്ന് പറയണമെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പൗലോസ് എല്ലാവരുടെയും പേര് പറയുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന നേരെ ആൻ്റപ്പനെ കാണാൻ ചെല്ലുന്നു. ആൻ്റപ്പേട്ട, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. നിങ്ങൾ കാര്യസ്ഥനായി നിന്നുകൊണ്ട് പപ്പയുടെ എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് പഠിച്ചുകൊണ്ട് പപ്പയെ എങ്ങനെ ചതിക്കാമെന്നും കൂടെ നിങ്ങൾ പഠിച്ചുവല്ലേ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എൻ്റെ പപ്പയെ ഇങ്ങനെ കബളിപ്പിച്ചത്, പറ്റിച്ചത്? നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് എൻ്റെ പപ്പ ചെയ്തത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ സങ്കടപ്പെടാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാവം പപ്പ തകർന്നു പോവില്ലേ എന്ന് ചോദിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം ആൻ്റപ്പനാണെങ്കിൽ അലീനയുടെ മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, മോളെ തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതിനെയാണോ ആൻ്റപ്പേട്ട തെറ്റ് എന്ന് പറയുന്നത്? ഇത് ചതിയല്ലേ, മോഷണമല്ലേ എന്ന് അലീന പറയുകയാണ്. അപ്പോഴാണെങ്കിൽ മോളെ ഈ പ്രാവശ്യത്തേക്ക് എന്ന് പറയുമ്പോൾ എന്തായാലും പപ്പയെ ഒന്ന് ബോധ്യപ്പെടുത്തണം, പപ്പയെ ഒന്ന് കാര്യങ്ങൾ പറയണം, അല്ലാതെ ഇനി മുന്നോട്ട് പോകുന്നത് ഒരു പ്രശ്നമേ ഇല്ല. ഇനി കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനായിരിക്കുമെന്നും കൂടാതെ ഒരഴിമതിയും ഇനി നിങ്ങൾക്ക് നടത്താനായിട്ട് കഴിയില്ല എന്നും അലീന പറഞ്ഞു വയ്ക്കുന്നു. പൗലോസേട്ടനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, മര്യാദയ്ക്ക് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ എല്ലാവരും ഇവിടുന്ന് ജയിലിലേക്കായിരിക്കും പോകാൻ പോകുന്നതെന്ന് പറയുന്നു. അങ്ങനെ പൗലോസിനെയും ആൻ്റപ്പനെയും ബൈജുവിനെയും ഒക്കെ അലീന ഭീഷണിപ്പെടുത്തുന്നു. തുടർന്ന് റീത്ത വന്നെത്തുന്നു. റീത്ത വന്ന് സ്റ്റാലിനുമായിട്ട് ഒരു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതേ സമയം അലീന കടന്നു വരുന്നു. അലീന കടന്നു വന്ന് റീത്തയോട് സംസാരിക്കുന്നു. റീത്തയുടെ മനസ്സിൽ ഒരു ഇടം നേടുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയം റീത്ത അലീനയെ മകളായിട്ട് സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. സബ്സ്ക്രൈബ്